നമുക്കറിയാം കോഴിക്കോട് കേരളത്തിൽ തന്നെ രുചിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും നാവിൽ വെള്ളമൂറുന്ന ഒരു സ്ഥലമെന്നത് കോഴിക്കോടാണ് പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത്. അതിന് പേരിട്ട ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ കോഴിക്കോട്ടേക്ക് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു അതിഥി വരുമ്പോൾ കോഴിക്കോടിൻ്റെ രുചി അറിയാൻ അവർ തന്നെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി കോഴിക്കോട്ടുകാർക്ക് കുറച്ചുകൂടി സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പേര് അങ്ങനെ ലോകത്തെ എല്ലാവരും അറിയട്ടെ എന്നൊരു അഭിമാന നിമിഷമൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കേരളത്തിൽ എല്ലാവരും കാത്തിരുന്ന അങ്ങ് ഉയരങ്ങളിൽ വരെ എത്തിയ സുനിത വില്യംസ് ഭൂമിയിലേക്കുള്ളവരുടെ തിരിച്ചുവരവും അല്ലേ ഒരു ചെറിയ ദൗത്യത്തിനായി അങ്ങ് ബഹിരാകാശ നിലയത്തിലേക്ക് പോയി പിന്നെ ദിവസങ്ങൾ മാസങ്ങൾ അവിടെ തങ്ങേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചാണ് അത്തരം വാർത്തകളൊക്കെ കേട്ടിരുന്നത്. അങ്ങനെ ആ പ്രതിസന്ധികളൊക്കെ മറികടന്ന് അവർ ഭൂമിയിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ കോഴിക്കോട് വന്നപ്പോൾ കോഴിക്കോട് നിന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി. അപ്പോൾ അവർ നേരെ ഒരു കടയിലേക്ക് കയറിച്ചില്ല. കടയിലേക്ക് അപ്പോൾ കടക്കാരൻ ഞെട്ടിപ്പോയി, ഇതാരായി വരുന്നത്, നമ്മുടെ കടയിലേക്കോ എന്ന് വിചാരിച്ച് ഞെട്ടി നിൽക്കുമ്പോൾ ഒരു ഫലൂദ തരുമെന്ന് പറഞ്ഞ് അവർ അവിടുത്തെ ഫലൂദ രുചിച്ച് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടു നിന്നവർക്കും കടക്കാരും ഒക്കെ സന്തോഷം പകർന്ന കാഴ്ചയാണ്. ആദ്യം ആ ദൃശ്യങ്ങൾ വൈറലാകുന്ന വീഡിയോ ഒന്ന് കാണാം. അതിഥികളെ എപ്പോഴും സൽക്കരിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ തന്നെ വലിയ മനസ്സ് കാണിക്കുന്ന നാടാണ് കോഴിക്കോട്. അങ്ങനെ കോഴിക്കോടിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് അത് ഏറ്റുവാങ്ങാനായിട്ട് കഴിഞ്ഞ ദിവസം ലോകപ്രശസ്തിയായിട്ടുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് എത്തി, കോഴിക്കോട്ടേക്ക് എത്തിയത് മറ്റാരുമല്ല സുനിത വില്യംസ് ആണ്. അങ്ങനെ സുനിത വില്യംസിനെ കാണാനൊക്കെ തന്നെ നാലുപാടുന്ന ആളുകൾ ഓടിക്കൂടുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ ഈ നാടിൻ്റെ രുചി അറിയാനായിട്ട് ഇവിടെയുള്ള പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലേക്കും സുനിത വില്യംസും അവരുടെ കുടുംബം എത്തിയിരുന്നു. ആ സ്ഥാപനം എന്നത് ഫലൂഡ നേഷനാണ്. എനിക്ക് തൊട്ട് പിറകിലായി കാണുന്ന ഈ ഒരു സ്പേസിലിരുന്നാണ് അവരിവിടുത്തെ രുചി വൈവിധ്യങ്ങളൊക്കെ തന്നെ പരീക്ഷിച്ചതും അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ തന്നെ നൽകിയതും. ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് 15 മിനിറ്റ് മുന്നെയാണ്. ഒരു സ്റ്റോറിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളുടെ ടീം എല്ലാവരും പെട്ടെന്ന് അറേഞ്ച് ചെയ്തു. അവരുടെ കൂടെ ഏകദേശം അവരുടെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. ഒരു 6-7 പേരുണ്ടായിരുന്നു. കഴിച്ചവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുക്കാനും പറ്റി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു പരിപാടിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വരികയും അതിലുപരി ഒരു 6ഓളം ഫലൂദ കഴിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്തു. വളരെ ഹാപ്പിയാണ്. അവർ ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിലേക്ക് പോലും എത്തുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റേജിൽ വെച്ച് ഒരുപാട് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അവർ നമ്മളെ മെൻഷൻ ചെയ്തു. കോഴിക്കോടിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫലൂദ എന്നാണ്. ദാറ്റ്സ് എ ബിഗ് ഓണർ ഫോർ അസ്. നമ്മുടെ ഫ്ലേവേഴ്സ് അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. ഫ്ലേവേഴ്സാണ് അവർ ട്രൈ ചെയ്തത്. നമ്മുടെ ട്രോപ്പിക്കൽ ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട്, ജാക്ക് ഫ്രൂട്ട്, അതിനൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഫലൂദസാണ് അവർ ട്രൈ ചെയ്തത്. നല്ല അഭിപ്രായം പറഞ്ഞു, റിപ്പീറ്റഡ്ലി കഴിക്കുകയും ചെയ്തു. വീണ്ടും വരുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ദുബായിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഫാമിലി തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വേറെ നല്ല അനുഭവം തന്നെയാണ്. കോഴിക്കോടിൻ്റെ തനതായ രുചി വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഒട്ടേറെ ആളുകൾ, ഏറെ പ്രശസ്തരായ ആളുകളൊക്കെ തന്നെ പലതവണ അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരാൾ ഈ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഇവർക്കെല്ലാവർക്കും ആ ഒരു ആകാംക്ഷയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കൗതുകമായിരുന്നു. എന്തായാലും പിന്നീട് എത്രയോ ആളുകൾ കൂടിയ ഒരു വേദിയിൽ വെച്ച് പോലും ഈ സ്ഥാപനത്തെക്കുറിച്ച്, ഇവിടുത്തെ തനതായ രുചി വൈവിധ്യത്തെക്കുറിച്ച് വെച്ച് പോലും പരാമർശിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ശ്രീനരിപ്പറ്റയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നമ്മൾ തിരുവനന്തപുരത്തൊരു ഹോട്ടലുണ്ട്, APJ അബ്ദുൽ കലാം തിരുവനന്തപുരത്തുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന മുറി ഒക്കെ അവർ അങ്ങനെ ഒരു ഓർമ്മയിൽ വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം അങ്ങനെ പ്രഗത്ഭരായ ആളുകൾ വന്നു പോയിട്ടുള്ള ഹോട്ടൽ മുറികൾ അല്ലെങ്കിൽ അവർ എത്തിയിട്ടുള്ള ഇടങ്ങളൊക്കെ അവരുടെ ഓർമ്മകളെ സൂക്ഷിക്കാൻ വേണ്ടി എന്ന നിലയിലേക്ക് മാറ്റുന്നൊരു പതിവുണ്ട്. പക്ഷേ ഫലൂദ നേഷണലിലെ ആ ഒരു സ്പേസ് സുനിത വില്യംസ് സ്പേസ് എന്ന നിലയിലേക്കൊക്കെ മാറാം. അപ്പോൾ സാരംഗ് പറയും. സാരംഗ് എന്തായാലും സ്ഥാപനത്തിൻ്റെ ഉടമകളുടെ ഒരു അഭിമാന നിമിഷമാണ്. അവരുടെ വാക്കുകളിലുണ്ട് അവർക്ക് കിട്ടിയൊരു സന്തോഷം. അപ്പോൾ കോഴിക്കോട് തന്നെ മൊത്തം അല്ലേ പങ്കുവയ്ക്കാവുന്നൊരു സന്തോഷമാണ്. പൊതുവെ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് നല്ല ഭക്ഷണത്തിനായിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ശരിക്കും കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ഭക്ഷണം കഴിക്കാനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകാൻ, അവരെ കഴിപ്പിക്കാനൊക്കെ ഏറെ താല്പര്യമുള്ള സൽക്കാരപ്രിയരായിട്ടുള്ള ആളുകളാണ് എന്ന് പൊതുവെ എല്ലാവരും പറയാം. അങ്ങനെ പല നാടുകളിൽ നിന്ന് ഇവിടെ എത്തുന്ന ആളുകൾ, അത് സഞ്ചാരികളാവും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും അങ്ങനെ കോഴിക്കോടിൻ്റെ തനതായ രുചി അറിയാനായി പലപ്പോഴും പല സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ വീടകങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് സ്ഥിരമായി നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ സുനിത വില്യംസിനെ പോലെ ലോക പ്രശസ്തിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഈ നാടിൻ്റെ തനതായ രുചികളൊക്കെ തന്നെ പല രീതികളിലുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ബിരിയാണി ആവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ കല്ലുമുക്കായയാവും, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കൂടി വരുത്തണം എന്നുള്ള ഒരു സൂചന കൂടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫലൂദയിലെ വ്യത്യസ്തതയെ തേടിക്കൊണ്ട് ഈ രീതിയിൽ സുനിത വില്യംസ് കോഴിക്കോട്ടേക്ക് എത്തിയത്. അങ്ങനെ ഇവിടെ എത്തി കുടുംബവുമായിട്ടൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ ഒരു ടെൻഡർ
കോക്കനട്ടിൻ്റെ, പ്രത്യേകിച്ച് ഇളനീരിൻ്റെ, കേരളത്തിൻ്റെ തനതായ ഇളനീരിൻ്റെയും ചക്കയുടെയൊക്കെ തന്നെ ആ ഒരു ഫ്ലേവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാപന ഉടമകളെ അവരിനി പോകുന്നത് ദുബായിലേക്കാണ്, അവിടെയുള്ളൊരു ഫസ്റ്റിൻ്റെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വന്നൂടെ എന്നുള്ള രീതിയിലുള്ള സൗഹൃദ സംഭാഷണമൊക്കെ തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും സ്ഥാപനത്തിലെ ആളുകൾ ഇപ്പോൾ നിലവിൽ അത് ഒരു സുനിത വില്യംസ് കോർണറാക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അവരെത്തിയ അവരുടെ ഫീഡ്ബാക്ക് അടങ്ങിയ വീഡിയോ ഒക്കെ തന്നെ വലിയ തോതിൽ വൈറലാണ്. എന്തായാലും ഇതുപോലുള്ള ആളുകൾ ഇനിയും കോഴിക്കോട്ടേക്ക് വരട്ടെ. കോഴിക്കോടിൻ്റെ തനതായ ആളുകൾ, അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെതായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ലോകം മുഴുവൻ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കട്ടെ. കോഴിക്കോടിൻ്റെ തനതായ രുചി വൈവിധ്യങ്ങൾ ലോകം മുഴുവൻ പരക്കട്ടെ.